അനിയുടെ വീട്ടില് ഗിനിപ്പന്നികളെ മേടിച്ചിട്ടുണ്ടായിരുന്നു. ഇന്നത്തെ വീഡിയോയിൽ അവരെയാണ് കാണിക്കുന്നത്. ഇവരെ ഇപ്പോൾ മേടിച്ചിട്ട് തന്നെ കുറച്ചധികം ദിവസങ്ങളായി. ഇപ്പോൾ ഇവരെ ഈ ഒരു ഫ്രിഡ്ജിന്റെ പെട്ടിക്കകത്താണ് ഇട്ടിരിക്കുന്നത്. ഇത് ഗപ്പിയെ വളർത്തിക്കൊണ്ടിരുന്ന ഒരു ഫ്രിഡ്ജിന്റെ പെട്ടിയാണ്. മീനൊക്കെ ചത്തുപോയി കഴിഞ്ഞ് കുറച്ച് നാളായിട്ട് ഈ പെട്ടി ഇങ്ങനെ ഒഴിഞ്ഞിരിക്കുകയായിരുന്നു. അപ്പോൾ പിന്നെ ഇവരെ കൊണ്ടുവന്നപ്പോൾ പെട്ടെന്ന് ഒരു പ്ലാൻ വന്നു, എന്തുകൊണ്ട് ഇവരെ ഇട്ടുകൂടാന്ന്. അങ്ങനെ പിന്നെ ഇവരെ ഇതിലേക്ക് ആക്കി. രാവിലെ ആകുമ്പോഴത്തേക്ക് ഇവരുടെ ഈ ഒരു കൂട് വൃത്തിയാക്കും. ഇവർ തിന്നിട്ട് ഇട്ടിരിക്കുന്ന ഈ പോച്ചയുടെ വേസ്റ്റ് ഒക്കെ എടുത്ത് മാറ്റി ഇവരുടെ പാത്രങ്ങളൊക്കെ പുറത്തെടുത്ത് വെച്ച് വെള്ളമൊക്കെ മാറ്റി അങ്ങനെ എല്ലാം ഒന്ന് വൃത്തിയാക്കി കൊടുക്കും. ഞാനിവിടെ വൃത്തിയാക്കുന്നതുകൊണ്ട് ഇവരെല്ലാവരും കൂടെ മാറി ഈ ഒരു സൈഡിലേക്ക് വന്നിരിപ്പുണ്ട്. അപ്പോൾ കൂട്ടിലുണ്ടായിരുന്ന ഒരു വേസ്റ്റ് ഒക്കെ എടുത്ത് മാറ്റിയിട്ടുണ്ട്. പിന്നെ ഞാനിപ്പോൾ അറക്കപ്പൊടിയാണ് വിതറി കൊടുക്കുന്നത്. സ്മെല്ലൊന്നും വരാതിരിക്കാനൊക്കെ ഞാൻ എല്ലാ ദിവസവും കൂട് വൃത്തിയാക്കി കഴിയുമ്പോൾ അറക്കപ്പൊടി കുറച്ചിങ്ങനെ അതിൻ്റെ മേലെ കൂടി ഇങ്ങനെ വിതറി കൊടുക്കും. ഇവരെ ആദ്യം ഇട്ടിരുന്ന സമയത്ത് അറക്കപ്പൊടി നല്ല രീതിയിൽ ഇതിനകത്ത് ഇട്ടിട്ടുണ്ടായിരുന്നു. പിന്നെ എല്ലാ ദിവസവും കൂട് ക്ലീൻ ചെയ്യുമ്പോൾ കുറേശ്ശെ വീതം ഇങ്ങനെ ഇട്ട് കൊടുക്കുന്നതാണ്. പിന്നെ അതൊക്കെ കഴിഞ്ഞിട്ട് അവിടെ ഇങ്ങനെ ഒന്ന് തൂത്തൊക്കെ മാറ്റും. ക്ലീനിങ് പരിപാടികളൊക്കെ കഴിഞ്ഞാൽ പിന്നെ ഫുഡ് കൊടുക്കണം. പെല്ലറ്റാണ് ഞാനിപ്പോൾ കൊടുക്കുന്നത്. പിന്നെ ഇത് ഇവരുടെ ഒരു ഫേവറേറ്റ് പോച്ചയാണ്. അതും ഞാൻ കുറേശ്ശെ എടുക്കുന്നുണ്ട് കൊടുക്കാൻ വേണ്ടിയിട്ട്. ഇതുപോലെ ഈ ഒരു പോച്ച കുറെ പിച്ച് ഇങ്ങനെ ഒരു കവറിനകത്ത് വെള്ളം നനച്ച് വെച്ചേക്കും. അപ്പോൾ വാടാതെ തന്നെ ഇരിക്കും. പിന്നെ ഞാൻ ഇവർക്കുള്ള പെല്ലറ്റ് വെച്ച് കൊടുക്കുന്നുണ്ട്. പെല്ലറ്റ് കണ്ടപ്പോഴേ ഓടി വന്നിട്ടുണ്ട് കഴിക്കാൻ വേണ്ടി. പിന്നെ അത് കഴിഞ്ഞ് ഇവർക്കുള്ള പോച്ചയും കൂടെ വെച്ച് കൊടുക്കുന്നുണ്ട്. അത് കൂടിൻ്റെ ഒരു സൈഡിലോട്ട് തന്നെ ഇട്ട് കൊടുക്കും. എത്ര ഇട്ട് കൊടുത്താലും അവരതങ്ങ് കഴിച്ചോളും കേട്ടോ, ഒന്നും കളയത്തില്ല. അത് മാത്രമല്ല ഇവർ ഇതെന്നല്ല എല്ലാ ടൈപ്പ് ഫുഡും കഴിക്കും. നമ്മുടെ വീട്ടിലെ ചോറായാലും കഴിക്കും, വേറെ സൈസ് പുല്ലുകൾ കഴിക്കും, ഇലകൾ കഴിക്കും, വെജിറ്റബിൾസ് കഴിക്കും. എന്ത് വേണമെങ്കിലും നമുക്ക് കൊടുക്കാം കേട്ടോ, അവർ കഴിച്ചോളൂ. മൊത്തമൊന്നും ഈ പെല്ലറ്റ് മേടിച്ച് തന്നെ കൊടുക്കണമെന്ന് നിർബന്ധമൊന്നുമില്ല. നമ്മുടെ വീട്ടിലെ തന്നെ ഫുഡുകളൊക്കെ ഇവർ കഴിച്ചോളും. ഇതാ ഇവർക്ക് കുടിക്കാനുള്ള വെള്ളവും കൊണ്ടുവന്ന് വെച്ചിട്ടുണ്ട്. പിന്നെ ഒരു കാര്യം, ഇവരുടെ കൂട്ടിൽ ഫുഡ് ഇല്ല എന്നുണ്ടെങ്കിൽ പോലും ഇവർക്ക് കുടിക്കാനായിട്ട് വെള്ളം ഉറപ്പായിട്ടും വെച്ചു കൊടുക്കണം. പിന്നെ കുറച്ച് നേരം ഒന്ന് പുറത്തേക്ക് ഇറക്കാമെന്ന് പറഞ്ഞ് 2 പേരെ മാത്രം ഒന്ന് പുറത്തേക്ക് എടുത്ത് വെച്ചു കൊടുത്തതാണ് കേട്ടോ. മോക്ക് കാണാൻ വേണ്ടിയിട്ട് വെച്ചു കൊടുത്തതാ. അപ്പോൾ ഓടി അങ്ങ് ചെടിയുടെ ഇടയ്ക്കും കിട്ടുന്ന ഗ്യാപ്പിലോട്ടൊക്കെ കയറിപ്പോവും. വലിയ പാടാ. 4 പേരെയും കൂടെ ഒരുമിച്ച് അഴിച്ചു വിടാൻ പറ്റത്തില്ല, പാടാ. അതുകൊണ്ട് കുറച്ച് നേരമൊക്കെ ഒന്ന് പുറത്ത് നിർത്തിയിട്ട് പിന്നെ അകത്തോട്ട് കൊണ്ടുവന്നു. സിറ്റ് ഔട്ടിലോട്ട് കൊണ്ടുവന്നിട്ട് 4 പേരെയും കൂടെ ഒന്നിച്ച് അഴിച്ചു വിട്ടിട്ടുണ്ടായിരുന്നു. അവിടെ ആകുമ്പോൾ നമുക്ക് കുഴപ്പമില്ല, അവരെ നോക്കിക്കൊണ്ടിരിക്കാം. ഇവർ ഭയങ്കര ക്യൂട്ടാണ് സത്യം പറഞ്ഞാൽ. നമ്മുടെ വീട്ടിലൊക്കെ നമുക്ക് ഇണക്കി വളർത്താൻ പറ്റുന്ന അടിപൊളി പെറ്റാണ് കേട്ടോ ഇവര്. ആദ്യമൊക്കെ എടുക്കുമ്പോ കുറച്ച് ഞുളപ്പാണെങ്കിലും അത് കഴിയുമ്പോ പിന്നെ ഇതുപോലെ അടങ്ങിയിരുന്നോളും. ഇത് ഞാൻ അവർക്ക് രാത്രിയിലെ ലാസ്റ്റ് ഫുഡ് കൊടുത്തപ്പോ എടുത്ത വീഡിയോ ആണ്. ഇതും ഇവിടെ കിടക്കട്ടെ. അപ്പോൾ വീഡിയോ ഇഷ്ടമായ ലൈക്ക് ചെയ്യുക, ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. മറ്റൊരു വീഡിയോ കാണുന്നവരെ ബൈ.